നമസ്കാരം മീഡിയ വൺ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ സ്വദേശി തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് സേവനം വിദേശ തൊഴിലാളികൾക്കും. വിദേശ തൊഴിലാളികളെ ജനറൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ ഇൻഷുറൻസ് വകുപ്പിൽ രജിസ്റ്റർ ചെയ്യും. പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. 12ാമത് അറബ് മീഡിയ ഫോറത്തിന് നാളെ ദുബായിൽ വേദിയൊരുങ്ങും. സമ്മേളനം നടക്കുന്നത് UAE പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ. ഫോറത്തിൽ അറബ് വിദേശ രാജ്യങ്ങളിൽ നിന്നായി 3500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിൽ. ഫലമറിഞ്ഞ 264 സീറ്റുകളിൽ 124 പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രന്മാരുടെ മുന്നേറ്റം. ബലൂചിസ്ഥാനിൽ ആർക്കും ഭൂരിപക്ഷമില്ല. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് നവാസ് ഷെരീഫ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മൻമോഹൻ സിംഗിന് ക്ഷണം. VSനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് പ്രകാശ് കാരാട്ട്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരായ നടപടി ശരിവച്ചു. TP വധത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് തൽക്കാലം വെളിപ്പെടുത്താനാകില്ലെന്നും പ്രകാശ് കാരാട്ട്. പാർട്ടി തീരുമാനത്തോട് VS പ്രതികരിച്ചില്ല. CPM സംസ്ഥാന നേതൃയോഗം നാളെ. IPLൽ ഹൈദരാബാദിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 179 റൺസ് വിജയലക്ഷ്യം. ശിഖർ ധവാന് അർദ്ധ സെഞ്ചുറി. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം. വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിലെ മുഴുവൻ വിദേശ തൊഴിലാളികളുടെയും ജനറൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ ഇൻഷുറൻസ് വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനം. സൗദിയിൽ നേരത്തെ സ്വദേശികളായ തൊഴിലാളികൾക്ക് മാത്രമായി ലഭിച്ചിരുന്ന സേവനമാണ് വിദേശികൾക്ക് കൂടി ലഭ്യമാക്കുന്ന ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ എത്രയും വേഗം ഗോസിയിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ഗോസി ഗവർണർ സുലൈമാൻ അബ്ദുറഹ്മാൻ അൽ ഖുവൈസ് തൊഴിലുടമകളോട് ആവശ്യപ്പെട്ടു. പുതിയ സേവനം വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കാൻ സഹായകമാകും. 12ാമത് അറബ് മീഡിയ ഫോറത്തിന് നാളെ ദുബായിൽ വേദിയൊരുങ്ങും. UAE പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാധികാരത്തിൽ നടക്കുന്ന ഫോറത്തിൽ അറബ് വിദേശ രാജ്യങ്ങളിൽ നിന്നായി 3500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ദുബായ് പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഫോറം മാറിയ സാഹചര്യത്തിൽ അറബ് മാധ്യമങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. അറബ് ലീഗ് സെക്രട്ടറി ജനറൽ ഡോക്ടർ നബീൽ അൽ അറബി ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. സിറിയയുടെ സഹായത്തിനായി ഖത്തർ $680 ലക്ഷം ചെലവഴിച്ചു. 4ാം തവണ നൽകിയ $250 ലക്ഷം വടക്കൻ ലെബനാനിലുള്ള അഭയാർത്ഥി ക്യാമ്പിലെ ജനങ്ങൾക്ക് നൽകി. യുദ്ധവും ആക്രമണവും ഒഴിയാത്ത സിറിയയുടെ മണ്ണിൽ സഹായത്തിന്റെ വലിയ മാതൃക കാണിക്കുകയാണ് ഖത്തർ. സിറിയയെ സാമ്പത്തികമായി ഏറ്റവും അധികം സഹായിക്കുന്ന ഖത്തർ അവസാനമായി നൽകിയത് $250 ലക്ഷം. ഈ തുക 2 ലക്ഷം പേർക്ക് വസ്ത്രവും 60,000 പേർക്ക് മരുന്നും 10,000 പേർക്ക് ആരോഗ്യ പരിരക്ഷയും നൽകാൻ പര്യാപ്തമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. വടക്കൻ ലബനാനിലുള്ള അഭയാർത്ഥി ക്യാമ്പിൽ താൽക്കാലിക ക്ലിനിക് തുടങ്ങാനും പദ്ധതിയിട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബെക്ക താഴ്വര, അൽദനിയ, ട്രിപ്പോളി അലിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഖത്തറിന്റെ സഹായം നിലവിൽ ലഭ്യമാകുന്നത്. ഏകദേശം 10 ലക്ഷം പേർക്ക് ഖത്തറിന്റെ ധനസഹായം നേരിട്ട് ലഭിച്ചതായി ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റമീസ് ചത്യാറ, മീഡിയ വൺ, ഖത്തർ. സൗദിയിൽ ഇഖാമ ലഭിക്കുന്നതിനും പുതുക്കുന്നതിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ആക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. മെയ് അവസാനത്തോടെ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. രേഖകൾ ഇഷ്യൂ ചെയ്യാനുള്ള അപേക്ഷയോടൊപ്പം മെഡിക്കൽ രേഖകളുടെ അസൽ നൽകേണ്ടതില്ല. ആരോഗ്യവകുപ്പിനെയും പാസ്പോർട്ട് വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്. കുവൈത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന രാത്രി യോഗങ്ങളും മതപഠന ക്ലാസുകളും കൂടുതൽ നിരീക്ഷണ വിധേയമാക്കുമെന്ന് ഔക്കാഫ് മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഇത്തരം പരിപാടികൾ നടത്തുന്നവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പള്ളി ഇമാമുമാരും മറ്റും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും നമസ്കാരത്തിനു ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ പള്ളികൾ അടച്ചിടണമെന്ന നിർദ്ദേശവുമുണ്ട്. ബഹ്റൈൻ രാജാവ് അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ബ്രിട്ടൻ സന്ദർശിച്ചു. എലിസബത്ത് രാജ്ഞിയും ഫിലിപ്പ് രാജകുമാരനും കാമില രാജകുമാരിയും അടക്കമുള്ള പ്രമുഖർ രാജാവിനെ സ്വീകരിക്കാനെത്തി. ബഹ്റൈനും ബ്രിട്ടനും തമ്മിലുള്ള ചരിത്രപരമായ ഉഭയകക്ഷി ബന്ധത്തെ രാജാവ് അനുസ്മരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിലും വിവിധ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതിലും അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ബഹ്റൈനിലുള്ള 9,000ഓളം ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യത്തിന്റെ ക്ഷേമത്തിന് നൽകുന്ന സംഭാവനകൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. എലിസബത്ത് രാജ്ഞിക്ക് ഉപഹാരമായി 2 അറേബ്യൻ കുതിരകളെയും രാജാവ് സമ്മാനിച്ചു. സിറിയയുടെ വിമതർ പിടികൂടിയ 4 UN സൈനികരെ വിടുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഖത്തറിനെ UN അഭിനന്ദിച്ചു. സമാധാന സേനയിലെ 4 ഫിലിപ്പൈൻ സൈനികരെയാണ് സിറിയയുടെ വിമതർ കഴിഞ്ഞ ആഴ്ച പിടിച്ചത്. 2 മാസത്തിനിടെ 2ാം തവണയാണ് UNന്റെ സൈനികരെ സിറിയൻ വിമതർ പിടികൂടിയത്. ദേശാടന പക്ഷികളെ വേട്ടയാടുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി കുവൈത്ത് പരിസ്ഥിതി സംരക്ഷണ സമിതി.
കഴിഞ്ഞ ദിവസം ജഹറ പ്രദേശത്ത് വിൽപ്പനയ്ക്ക് വെച്ചതായി കണ്ടെത്തിയ വിവിധ ഇനത്തിൽപ്പെട്ട 150ഓളം പക്ഷികളെ സമിതി കൂട് തുറന്നുവിട്ടു. ദേശാടന പക്ഷികളുടെ സംരക്ഷണത്തിനായി പ്രത്യേക നിരീക്ഷണ സംഘം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായി രാജ്യം മുന്നോട്ടു പോകുമ്പോഴും മറ്റൊരു വിഭാഗം കുടിയേറ്റക്കാരുടെ സംരക്ഷണത്തിനായി പ്രത്യേക സമിതി തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ് കുവൈറ്റിൽ. മെയ് ജൂൺ മാസങ്ങളിൽ രാജ്യത്ത് വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളെ നിരീക്ഷിക്കാനും ഇവയുടെ സംരക്ഷണത്തിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും മറ്റുമായി കുവൈറ്റ് പരിസ്ഥിതി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പക്ഷി സംരക്ഷണ സമിതി കഴിഞ്ഞ ആഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു. സമിതിയുടെ നിരീക്ഷണ ഫലമായി കഴിഞ്ഞ ദിവസം ജഹ്റയിൽ വിൽപ്പനക്ക് വെച്ച നിലയിൽ 150ഓളം ദേശാടന പക്ഷികളെ കണ്ടെത്തി. ഇവയെ പിടികൂടിയവരെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയും പക്ഷികളെ കൂട് തുറന്നുവിടുകയും ചെയ്തു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ കാണപ്പെടുന്ന മുബാറക്കുൽ കബീർ, ബുബിയാൻ ദ്വീപ് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് സമിതി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ദേശാടന പക്ഷികളെ വേട്ടയാടുന്നത് നിയമവിരുദ്ധമാണെന്നും വളർത്തുപക്ഷികളെ വിൽപ്പന നടത്തുന്ന മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാക്കുമെന്നും പക്ഷി നിരീക്ഷണ സംഘത്തിനു നേതൃത്വം നൽകുന്ന പരിസ്ഥിതി വകുപ്പ് ഉദ്യോഗസ്ഥൻ സഅദ് അൽ നൂരി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ലോക ദേശാടന പക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പക്ഷി നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 കുവൈത്ത്. മക്കയിലെ ശുചീകരണ പദ്ധതികൾ ഏറ്റെടുക്കാൻ 7 വൻകിട കമ്പനികൾ രംഗത്ത്. മക്കയെ 5 ഭാഗങ്ങളായി തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പുതിയ തീരുമാനത്തിലൂടെ ഒന്നിലധികം കമ്പനികൾ ശുചീകരണ ജോലികൾ നിർവഹിക്കും. ഒരു സ്ഥാപനത്തിന് മാത്രം കരാർ നൽകിയതിലൂടെ ശുചീകരണ രംഗത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടതാണ് പുതിയ തീരുമാനത്തിന് കാരണം. തുർക്കിയിലെ റെയ്ഹാനിയ നഗരത്തിലുണ്ടായ ഇരട്ട സ്ഫോടനങ്ങളെ സൗദി മന്ത്രിസഭ അപലപിച്ചു. നിരപരാധികൾ മരിക്കാനും പരിക്കേൽക്കാനും കാരണമായ സംഭവത്തിൽ കിരീടാവകാശി അമീർ സൽമാന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അനുശോചിച്ചത്. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അക്രമത്തെയും ഷെയ്ഖുൽ ഖുദ്സിനെ അറസ്റ്റ് ചെയ്തതിനെയും മന്ത്രിസഭ അപലപിച്ചു. സിറിയയിലെ ആക്രമണങ്ങൾ തുടരുന്നതിൽ യോഗം ദുഃഖം രേഖപ്പെടുത്തി. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി രാജ്യത്തെ ഭക്ഷ്യവിപണിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തണമെന്ന് ഷൂറ കൗൺസിൽ നിർദ്ദേശിച്ചു. ഭക്ഷ്യവിപണിയിലെ സ്ഥാപനങ്ങൾക്ക് പുറമെ സുഗന്ധദ്രവ്യങ്ങൾ, മാംസക്കടകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയും അറവുശാലകളും അതോറിറ്റി പരിശോധിക്കണമെന്ന നിർദ്ദേശമുണ്ട്. സൗദിയിൽ നിയമവിധേയമല്ലാതെ തുടരുന്ന ജോലിക്കാർക്ക് പാസ്പോർട്ട് വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. ജോലിക്കാരുടെ അവസ്ഥ വ്യവസ്ഥാപിതമാക്കാൻ അനുവദിച്ച കാലാവധി ഫ്രീ വിസക്കാർക്ക് സ്പോൺസർഷിപ്പ് മാറാതെ ജോലിയിൽ തുടരാനുള്ള അനുകൂല കാലാവധിയല്ലെന്ന് നിർദ്ദേശം. മുങ്ങിയ തൊഴിലാളികളെ ലക്ഷ്യമാക്കിയുള്ള പരിശോധന തുടരുമെന്നും ആഭ്യന്തര വകുപ്പ് കീഴിലെ പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യരുതെന്നും തൊഴിലാളിയെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ജോലി കണ്ടെത്താൻ സ്വതന്ത്രമാക്കി വിടരുതെന്നും മന്ത്രിസഭാ തീരുമാനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇതനുസരിച്ച് സ്പോൺസർഷിപ്പിലല്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളിയും തൊഴിലുടമയും കുറ്റക്കാരനായി ഗണിക്കും. നിയമവിധേയമല്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ പിടികൂടിയാൽ സ്പോൺസറുടെ ചെലവിൽ നാടുകടത്തണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഹുറൂബ് രജിസ്റ്റർ ചെയ്ത തൊഴിലാളിയുടെ തൊഴിലുടമക്ക് മാത്രമാണ് നിയമത്തിൽ ഇളവ് ലഭിക്കുക. തൊഴിൽ പരിശോധനയുടെ ഭാഗമായി 14 അനുച്ഛേദമുള്ള നിയമാവലിയും ജസാവത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്ക് ജോലി നൽകുന്ന സ്ഥാപനവും ശിക്ഷാർഹമായി പരിഗണിക്കും. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവരെ നാടുകടത്താനുള്ള ചെലവും ജോലി നൽകിയ സ്ഥാപനം വഹിക്കേണ്ടി വരും. അതുപോലെ ഇക്കാമയും വർക്ക് പെർമിറ്റുമുള്ള തൊഴിലാളി സ്ഥാപനത്തിൽ നിന്നും സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയാൽ 5 ദിവസത്തിനകം അധികൃതർക്ക് വിവരം നൽകിയിരിക്കണമെന്നും ജസാവത്ത് നിർദ്ദേശിക്കുന്നു. അസർ പുളിയിൽ, മീഡിയ 1 റിയാദ്.